മഹിതമാസം ഇതാ മറ്റൊരിക്കൽ കൂടി വിരുന്നെത്തുകയാണ്. പ്രതികൂലമായ കാലാവസ്ഥയും രാഷ്ട്രീയ സാഹചര്യങ്ങളുമാണ് അറബ് ലോകത്ത്. എങ്കിലും വിശുദ്ധ റമദാനെ അവർ ആഹ്ലാദപൂർവ്വം വരവേൽക്കുന്നു. വിശുദ്ധ മാസത്തിന്റെ നിറവിലേക്ക് ലോകം ഒരിക്കൽ കൂടി. വ്രതനിഷ്ഠയിലൂടെ ആത്മീയ സായുജ്യം നേടാനുള്ള വെമ്പലിലാണ് വിശ്വാസികൾ. പുറത്തെ കനത്ത ചൂടിലും റമദാനെ ആഹ്ലാദപൂർവ്വം വരവേൽക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളും. ആത്മീയ നിർവൃതിയുടെ മഹിതമാസം പിന്നിട്ട 11 മാസത്തിൽ നിന്നും വേറിട്ട വഴിനടത്തം. ഗൾഫ് നഗരഭാവങ്ങളും മാറുകയാണ്. ജീവിത സംസ്കരണത്തിനുള്ളതാണ് വിശുദ്ധ റമദാൻ മാസം. അവൻ്റെ സംസാരങ്ങളും ദൃഷ്ടികളും പ്രവർത്തനങ്ങളുമെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പുണ്യ റമദാനെ നാം ജീവിതം ചിട്ടപ്പെടുത്തുവാൻ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തിരസ്കാരത്തിന്റെ സാഫല്യം അതുതന്നെയാണ് റമദാനിന്റെ മുഖമുദ്ര. ആത്മീയ ഉത്കർഷമാണ് റമദാൻ ഓരോ വിശ്വാസിയിൽ നിന്നും തേടുന്നതും. പുണ്യഭൂമികളിൽ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഉംറ തീർത്ഥാടകരുടെ വൻ പ്രവാഹം തന്നെയാണ് മക്കയിലേക്കും മദീനയിലേക്കും. ഗൾഫ് നഗരങ്ങളിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ റമദാനെ കാത്തിരിക്കുകയായിരുന്നു. മനസ്സു മാത്രമല്ല, ശരീരവും ഉപവാസ ദിനങ്ങളിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. തെറ്റായ ജീവിത രീതികൾ, ഭക്ഷണശൈലികൾ എന്നിവയുടെ ബലിയാടുകളാണ് പലരും. അതിനുള്ള നല്ലൊരു തിരുത്തും കൂടിയായി മാറും ഇനിയുള്ള ദിനരാത്രങ്ങൾ. പനി വന്നാൽ ആദ്യം പറയുന്നത് ഉപവസിക്കാനാണ്. കാരണം പനി വരാനുള്ള കാരണം ശരീരത്തിലെ ആമാവസ്ഥ, അതൊരു അജീർണാവസ്ഥ കൊണ്ടാണ്. അപ്പം അങ്ങനത്തെ അവസ്ഥകളിൽ ആദ്യം വേണ്ടത് ഉപവാസമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉപവാസം വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ റമദാൻ വന്ന ഉപവാസമാണ്. ഇപ്പോൾ രാവിലെ മുഴുവൻ ഉപവസിക്കും, വൈകുന്നേരം ആഹാരം കഴിക്കുന്നുണ്ട്. അത് ശരീരത്തിന് ശരിക്ക് സ്വയം അതിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കലാണ്. അത് കാരണം കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം കൂടുകയുള്ളൂ. ഉപവാസത്തിന്റെ ആരോഗ്യമാനം ആർക്കും അവഗണിക്കാനാവില്ല. നമ്മുടെ ഫുഡിൻ്റെ കൾച്ചർ തന്നെ മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും ഫ്ലൂയിഡ്സുകൾ കൂടുതൽ കഴിക്കുകയും അതുപോലെ തന്നെ ഈ സ്പൈസി ഐറ്റംസ് വളരെ കുറച്ചും ചെയ്തുകൊണ്ട് ഉള്ള ഒരു ഭക്ഷണ രീതിയിൽ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും അത് പരിഗണിച്ചില്ലെങ്കിൽ വളരെ തരം പ്രത്യേകിച്ചും സ്റ്റോൺ പോലുള്ള അസുഖങ്ങളും അതുപോലെ അസിഡിറ്റി പോലുള്ള അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണിത്. അമിതമായ ചൂട് കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഫുൾ ബാലൻസിനെ മാറ്റിമറിക്കുന്നതാണ്. സഹാനുഭൂതിയുടെയും ഉദാരതയുടെയും സമ്പന്ന നാളുകൾ കൂടിയാണിത്. ദാനധർമ്മങ്ങളുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും മാസമാണ് റമദാൻ മാസം. ഇതര മാസങ്ങളെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ഉദാരനാകുമായിരുന്നു റമദാൻ മാസം. വിശ്വാസികൾ തൻ്റെ സമൂഹത്തിലുള്ള നിർധനരായ ജനങ്ങളെ സഹായിക്കുവാനും അവർക്ക് സഹായം നൽകുവാൻ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഗൾഫിലെ എണ്ണമറ്റ പള്ളികളോട് ചേർന്ന് വിപുലമായ റമദാൻ ടെന്റുകൾ സജീവം. എല്ലായിടങ്ങളിലും ആയിരങ്ങൾക്കാവും നിത്യം ഇഫ്താർ ഒരുക്കുക. ലേബർ ക്യാമ്പുകളിലെ റമദാന് വേറിട്ടൊരു ചന്തമുണ്ട്. തുച്ഛവരുമാനക്കാർക്ക് ഇഫ്താർ ഒരുക്കാൻ സന്നദ്ധ സംഘടനകൾ ഒരുമിക്കുകയാണ് ഇവിടെ. പിന്നിട്ട വർഷങ്ങളിലേതുപോലെ നല്ല തുടർച്ചകൾ ഇക്കുറിയും. ഷാർജ സജയിലെ ലേബർ ക്യാമ്പുകളിൽ മാത്രം നിത്യം ആയിരങ്ങൾക്കാണ് ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കുന്നത്. ഏറ്റവും കൂടുതൽ സമ്മാനത്തുകയുള്ള ദുബായ് അന്താരാഷ്ട്ര ഹോളി ഖുറാൻ അവാർഡ് മത്സരത്തിന് അരങ്ങ് ഒരുങ്ങിയിരിക്കുന്നു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളും ഒരുങ്ങിക്കഴിഞ്ഞു. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ കാലുഷ്യത്തിൽ പക്ഷേ മാറ്റമില്ല. അഭയാർത്ഥി പ്രവാഹത്തിലും റമദാൻ വേളയിലും അത് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് വലിയ സങ്കടം. യമനും സിറിയയും ലിബിയയും ഇറാഖും കഠിന വഴികളിൽ. എങ്കിലും ആ ജനതയും നോമ്പിനെ ഹൃദയപൂർവ്വം വരവേൽക്കുകയാണ്. വെടിയൊച്ചകൾ അടങ്ങിയ നല്ലൊരു നോമ്പുകാലം. അത് അധികം വൈകില്ലെന്ന പ്രതീക്ഷയിൽ. ഓർക്കുക, റമദാന് അതിൻ്റെതായ ശക്തി സൗന്ദര്യമുണ്ട്. അത് തിരിച്ചറിയുക എന്നത് തന്നെയാണ് പ്രധാനം.